ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭാവിൻ വ്ളോഗ്സ്. ഇന്നൊരു മത്തി മുളകിട്ടതാട്ടോ. അതായത് നമ്മുടെ മത്തി ചാള അതൊന്ന് മുളകിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കുക. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2-3 കഷ്ണങ്ങളായിട്ട് എടുക്കാം. പക്ഷേ ഒരെണ്ണമായിട്ട് ഫുള്ള് കിടക്കുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും കാണാൻ. അപ്പോൾ ഇതിൻ്റെ അരപ്പിനായിട്ട് വേണ്ടത് ഇത്രയൊക്കെയാണ്: കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു 2 പിഞ്ച് ഉലുവ, പിന്നെ ഇച്ചിരി ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുടംപുളി. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. അത്യാവശ്യം നല്ലപോലെ അതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിന് ശേഷം പൊടികളായിട്ട് നമ്മൾ ഇടുന്നത് മഞ്ഞൾ പൊടിയും, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഒത്തിരി എരിവില്ലാത്ത കളറുള്ള കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ അതും 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ശേഷം നല്ലപോലെ മിക്സാക്കി അതിൻ്റെ ആ മുളകിൻ്റെ എല്ലാത്തിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിനുശേഷം അതിലേക്ക് ഈ ഒരു മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, നമ്മളിത് പറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു മീനിൻ്റെ നെകയൊക്കെയുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്ക് നമ്മളിവിടെ കുടംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുടംപുളി എടുത്തിടുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം അതിനെ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം. എന്നാൽ മാത്രമേ അതിൻ്റെ പുളിയും ഉപ്പും എരിവും അതെല്ലാം കൂടെ ഒക്കെ മൊത്തത്തിലൊന്ന് ഒരു വെള്ളത്തിലേക്ക് ഒന്ന് ഒരു നല്ലൊരു സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങൾ എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടപ്പ് മാറ്റി അടപ്പ് തുറന്ന് വെച്ചാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ തീ കുറച്ചിട്ട് അതൊന്ന് പറ്റാനാണ് വിടേണ്ടത്. അത് അവിടെ ഇരുന്നിട്ടൊന്ന് അത് മീനിലേക്ക് അരപ്പ്, അതായത് അതിൻ്റെ പുളിയേരും ഉപ്പും എല്ലാം ഒക്കെ പിടിച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റൊക്കെ വന്ന് നല്ലപോലെ ഒന്ന് ശരിയായി വരണം. അപ്പോൾ അതിനായിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെക്കുക. അപ്പോൾ അടപ്പ് തുറന്ന് നോക്കുക. അപ്പോൾ ഇതാ അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. മീനൊക്കെ ഒരു ഹാഫ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്നൊന്ന് പതുക്കെ ചെറിയ തീയിലിരുന്ന് പറ്റണം. അപ്പോൾ അത് പറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒത്തിരി വേണ്ട, കുറച്ച് മതി. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കറി, മീൻ പറ്റിച്ചത് മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് കപ്പയുടെ കൂടെ ഇച്ചിരി സ്പൈസി ആട്ടോ ഈ കറി, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് പെട്ടെന്നങ്ങ് ചീത്തയാവില്ല, 2 ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നെ എന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.